എല്ലാവർക്കും പുതിയൊരു ദിവസത്തിലേക്കും ഇന്നത്തെ എൻ്റെ ജോലിയിലേക്കും സ്വാഗതം. അപ്പോഴേ നമുക്ക് വീണ്ടും ഒരു ദിവസം കൂടെ വന്നെത്തി ഞായറാഴ്ച. അപ്പോഴേ നമുക്ക് കുറച്ച് ജോലികളുണ്ട്, ചെയ്ത് തീർത്തിട്ട് വേണം പള്ളിയിൽ പോകാൻ. അപ്പോഴേ ഇന്ന് ഞായറാഴ്ചയല്ലയോ, അപ്പം ഞാൻ ആങ്ങിയും തൂങ്ങിയും ഇരുന്നു ജോലി ചെയ്യാനായിട്ട്. തൂക്കുകയും വാരുകയും ഒക്കെ പതുക്കെ ചെയ്തു. അപ്പോഴാണ് പ്രാർത്ഥനക്കാർ വന്നത്. പ്രാർത്ഥനക്കാരിരുന്ന് പ്രാർത്ഥിക്കട്ടെ. അപ്പോഴേക്കും നമുക്കൊരു ചായ ഇടാം. ഞാൻ ചായ ഇട്ട് കഴിഞ്ഞു. ചായ ഇട്ടില്ല, ചായക്ക് വെള്ളം വെച്ചു. സോറി. ഞാനിന്നലെ ജംഗ്ഷനിൽ പോയപ്പോഴേ ഒരു കുപ്പി, അതായത് 1 ലിറ്റർ പാൽ വാങ്ങിച്ചുകൊണ്ട് വന്നിരുന്നു. അതുകൊണ്ട് രക്ഷയായി അവർക്ക് ചായ കൊടുക്കാം. അല്ലെങ്കിൽ പാലുകാരൻ പാൽ കൊണ്ടുവരുന്നത് ഒരുപാട് താമസിച്ചാണ് പാൽ കൊണ്ടുവരുന്നത്. പ്രാർത്ഥനക്കാർ ഒരു 7:30 ആകുമ്പോഴത്തേന് വീട്ടിലെത്തും. അതായത് 9 മണിക്കാണ് പള്ളിയിലെ കുർബാന. അതിനു മുമ്പേ പ്രാർത്ഥന നടത്തി അവർക്ക് വീട്ടിൽ പോയി അവർക്കും കാപ്പി കഴിച്ചിട്ട് വേണം പള്ളിയിൽ പോകാൻ. അപ്പം പെട്ടെന്ന് ജസ്റ്റ് ഒരു അരമണിക്കൂർ പോലും ഇല്ല പ്രാർത്ഥന. അപ്പോഴേ അവർ ഒരു കൂട്ടായ്മ, അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ബൈബിൾ വായിച്ചു, പിന്നെ ഒരു പാട്ട് പാടി, പിന്നെ പ്രാർത്ഥന ഞാൻ കൊണ്ട് ചൊല്ലാൻ അത് ചൊല്ലുക. പിന്നെ ചെറിയൊരു എമൗണ്ട് 10 രൂപ വീതം എടുക്കുന്നുണ്ട്, ഒരു എമൗണ്ട്. അതായത് എത്രയും വീട്ടുകാരുണ്ട് ഓരോ ഞായറാഴ്ചയും 10 രൂപ. അത് നമുക്ക് രോഗികളൊക്കെ ആയിരിക്കുന്നവർക്ക് കൊടുക്കാനും അങ്ങനെയൊക്കെയുള്ള ആവശ്യത്തിന് വേണ്ടിയാണ് എടുക്കുന്നത്. അപ്പോഴേ പ്രാർത്ഥനക്കാർക്കെല്ലാം ചായ അനത്തി അപ്പോഴേ കപ്പിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോഴേ ഇന്ന് പ്രാർത്ഥന ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അതായത് നമ്മൾ പ്രാർത്ഥനയ്ക്ക് അങ്ങനെ പോകുന്നില്ല. കാരണം വീട്ടിലെ മോനൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രമല്ല ഉള്ളൂ. അതുകൊണ്ട് പോകുന്നില്ല പ്രാർത്ഥനയ്ക്ക്. അവർ വരുമ്പോഴാണ് അറിയുന്നത്. ഇപ്പോഴേ പള്ളിയിൽ പോകണം. പള്ളിയിൽ പോകുന്നതിന് മുമ്പായിട്ട് കഞ്ഞി അടുപ്പത്തിടാമെന്ന് വിചാരിച്ച് വെള്ളം വെക്കുകയാണ്. അപ്പോഴേ ബാക്കിയുള്ള ജോലികളൂടെ പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ട് വേണം പള്ളിയിൽ പോകാൻ. ഇപ്പോഴും ഞാൻ ആട്ടയൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് മയപ്പെടാനായിട്ട് മാറ്റി വെച്ചേക്കുകയായിരുന്നു. ഇനി ഇത് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഞാനൊരു തീയൽ വയ്ക്കാനായിട്ട് വഴുതനങ്ങ അരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അരമുറി വഴുതനങ്ങയേ ഉള്ളൂ, ഒരു വഴുതനങ്ങയുടെ പകുതിയേ ഉള്ളൂ. പിന്നെ ഞാൻ തക്കാളിപ്പഴം, ഒരു 2 തക്കാളി, കുഞ്ഞ് തക്കാളിപ്പഴമായിരുന്നു, അത് 2 എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കോവയ്ക്ക. അപ്പോൾ അത് ഇതിൻ്റെ കൂട്ടത്തിൽ കിടന്നുകൊണ്ട് അതങ്ങ് അരിഞ്ഞിട്ടു എന്നേ ഉള്ളൂ. പിന്നെ 2-3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ചുവന്നുള്ളി, അതായത് ചെറിയ ഉള്ളി, പിന്നെ സവാള, ഇത്രയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കണം. അപ്പം തേങ്ങ ചിരക. പിന്നെ ഉച്ചക്കത്തേക്കുള്ള തോരന് വേണ്ടി ഞാൻ പടവലങ്ങയാണ് എടുത്തേക്കുന്നത്. 2-3 പച്ചമുളക്, പിന്നെ തേങ്ങ, പിന്നെ ഒരു സവാള, ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ക്ലീനാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോഴേ ആദ്യമായിട്ട് ഞാൻ കറി വയ്ക്കുകയാണ്. കറി വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം തേങ്ങ തിരുമ്മിയെടുക്കാം. അപ്പോഴേ തേങ്ങ ചിരകിയെടുക്കാം. തേങ്ങയ്ക്കകത്തൊന്നുമില്ല, ഇനി മൊത്തം ചിരകിയെടുത്തു. അപ്പോഴേ ഇതിനിയും ഒന്ന് വറുത്തെടുക്കണം. ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ഇത്രയും തേങ്ങയേ ഉള്ളൂ, മതിയാകും, ഇത് മതിയാകും. അപ്പം ഇത് വറക്കാൻ പോകാം. തേങ്ങ വറുക്കാനായിട്ട് ഞാനൊരു ചട്ടി
അതായത് ഇരുമ്പ് ചീനിച്ചട്ടിയാണ്. തേങ്ങ വറക്കാൻ അതാണ് ഏറ്റവും നല്ലത്. ഞാൻ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് പറ്റട്ടെ, അത് കഴിഞ്ഞിട്ട് ഈ തേങ്ങയോട് ഇട്ട് കൊടുക്കാം. ചീനിച്ചട്ടിയുടെ വെള്ളമൊക്കെ പറ്റി ഒരു സ്വല്പം ഓയിലായി ചീനിച്ചട്ടിയിലോട്ട് ഞാനൊന്ന് തൂത്ത് കൊടുക്കുകയാണ്. ഇരുമ്പ് ചീനിച്ചട്ടിയാണെങ്കിൽ ഇങ്ങനെ ഓയിലൊന്നും ഇല്ലാതെ ഇരിക്കാൻ പാടുള്ളതല്ല. നമ്മൾ എണ്ണ പുരട്ടി വെക്കണം നമ്മുടെ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ. അപ്പം ഇത് കഴുകി ഇന്നലെ ഞാൻ വെച്ചിരുന്നു, പക്ഷേ എണ്ണ പുരട്ടിയില്ലായിരുന്നേ. അപ്പം കഴുകി ചൂടാക്കിയപ്പോൾ അത് എണ്ണ ഇല്ലാതിരിക്കുന്നു. അപ്പം ഞാനിത് സ്വല്പം എണ്ണ ഒഴിച്ച് പുരട്ടി കൊടുത്തു. ചീനിച്ചട്ടിയിലോട്ട് നമ്മുടെ തേങ്ങ ഇട്ട് കൊടുത്തു. ഇപ്പോഴും വറുത്തെടുക്കാം. ചെറിയ തീയിൽ വറുത്താൽ മതി, അല്ലെങ്കിൽ അങ്ങ് കരിഞ്ഞു പോകും. പിന്നെ തീ കുറച്ച് വയ്ക്കാം. മീഡിയം പരുവത്തിന് ഞാൻ തീ വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ സ്വല്പ നേരം എടുക്കും ഇതൊന്ന് വറുക്കാൻ. പിന്നെ കുറച്ച് തേങ്ങയുള്ളതുകൊണ്ട് ഒരേ മാതിരി തിരുമാനം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് എല്ലാം ഒരേ മാതിരിയാണ് തിരുമിയേക്കുന്നത്. അല്ലേ പൊടിയും വലുതുമായിട്ട് കിടക്കുന്ന ഉടനെ പെട്ടെന്ന് പൊടി അങ്ങ് കരിഞ്ഞു പോകും. പിന്നെ വലിയ തേങ്ങയാണെങ്കിൽ പരുവത്തിന് മൊരിഞ്ഞും കിട്ടത്തില്ല. ഇനി ഇതിൻ്റെ അകത്ത് മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ ചേർക്കണം. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴേ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർക്കുന്നുള്ളൂ. മല്ലിയും മുളകും ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ മല്ലിയും മുളകും ഉണ്ട്, പക്ഷേ ഞാനത് ചേർക്കുന്നില്ല. മുളക് പൊടിയും മല്ലിപ്പൊടിയുമാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് ഒന്ന് വറുത്തെടുക്കാം. ഈ പരുവത്തിന് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഈ ചീനിച്ചട്ടിയിലിരുന്ന് ബാക്കിയൂടെ നല്ലതായിട്ട് മൊരിഞ്ഞോളും. ഇതിൻ്റെ അകത്തോട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇടുമ്പം അതും നന്നായിട്ട് മൊരിഞ്ഞ് പരുവത്തിന് കിട്ടിക്കോളും. സ്വല്പം മഞ്ഞൾപ്പൊടി കൂടെ ഇടണം. അപ്പോൾ ഓഫാക്കി. ഇപ്പോഴേ തേങ്ങ വറുത്തത് ഒന്ന് തണുക്കുമ്പോഴത്തേക്കിന് പച്ചക്കറിയൊക്കെ വഴറ്റിയെടുക്കാം. ഇനി വഴുതനങ്ങ കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് വഴറ്റാം. ഏറ്റവും ലാസ്റ്റ് തക്കാളി. അപ്പം വഴുതനങ്ങ ഇട്ട് കൊടുത്തു. അപ്പോൾ വഴുതനങ്ങ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം വഴുതനങ്ങയും ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് തക്കാളിപ്പഴം കൂടെ ഇട്ട് കൊടുക്കാം. നന്നായി എല്ലാം കൂടെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് സ്വല്പം വാളംപുളി പിഴിഞ്ഞ് ഒഴിക്കണം. ഞാൻ വർത്താനം പറയുന്ന തെറ്റിപ്പോവാൻ ക്ഷമിക്കണേ കൂട്ടുകാരെ. എനിക്കിങ്ങനെ ഒരു വീഡിയോ എടുക്കുമ്പോഴും അല്ലെ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും വർത്തമാനം പറയാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ മ്യൂസിക് ഇടുന്നത്. ചില മ്യൂസിക് ഇടുമ്പം മിക്കവാറും കോപ്പി റൈറ്റിങ്, ചില കൂട്ടുകാർക്ക് അതിഷ്ടമല്ല. അപ്പോഴേ പിന്നെ ഞാൻ എന്നാൽ ആകുന്ന വിധത്തിലുള്ള വർത്തമാനമാണ് ഞാൻ പറയുന്നത്. പക്ഷേ അതിലൊരുപാട് തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടാകുന്നുണ്ട്, എനിക്കതറിയാം. പക്ഷേ നമ്മൾ മറ്റൊരാളോട് അതായത് നമുക്ക് പരിചയമുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ എനിക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല സംസാരിക്കുന്നതിന്. പക്ഷേ ഇതുപോലെ യൂട്യൂബിൽ വീഡിയോ എടുക്കുമ്പോൾ എന്തെങ്കിലും വർത്തമാനം പറയുമ്പോഴേ ഒരുപാട് തെറ്റുകൾ വന്നു പോകുന്നുണ്ട്. അപ്പോഴേ ഇതൊക്കെ ഒന്ന് കൂട്ടുകാരൊക്കെ ക്ഷമിക്കുമല്ലോ, ക്ഷമിക്കണേ. അപ്പോഴേ നമ്മുടെ ഈ പച്ചക്കറിക്കൂട്ട്
നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പ്, സ്വല്പം മഞ്ഞൾപ്പൊടി. ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടിക്കകത്തും മല്ലിപ്പൊടിക്കകത്തും തേങ്ങയും കൂടെ ഞാൻ വറുത്ത് വെച്ചിരുന്നുവല്ലോ, അതിൻ്റെ അകത്ത് ഇടാൻ മറന്നുപോയി. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് സ്വല്പം മഞ്ഞൾപ്പൊടിയുടെ നമുക്ക് ഈ സമയത്ത് ഇടാം. വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ തന്നെ വറുത്തിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇതിൻ്റെ അകത്ത് ഇടാം. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് സ്വല്പം പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുകൂടെ ചേർക്കാം. സ്വല്പമേ ഞാൻ പുളി പിഴിഞ്ഞെടുക്കുന്നുള്ളൂ, കാരണം നമുക്ക് തക്കാളി ഇട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ അധികം പുളി വെള്ളം ഒഴിക്കുന്നില്ല, കുറച്ച് മാത്രം. വഴറ്റിയ പച്ചക്കറി കൂട്ടിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് അത് നന്നായി ഒന്ന് അരച്ച ശേഷം കറിക്കൂട്ടിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇതൊന്ന് തിളച്ച് വറ്റി എണ്ണ തെളിയുമ്പോൾ വാങ്ങി വയ്ക്കാം. ഇപ്പോഴേ വേറൊരു കറിയും വേണ്ട, നമുക്ക് ഈ തീയൽ മാത്രം മതി ചോറ് കഴിക്കാനും ചപ്പാത്തി കഴിക്കാനും ഒക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തീയൽ. അപ്പോൾ ഞാനതാണ് വെക്കുന്നത്. ഇവിടെ അമ്മയ്ക്കും മറ്റുള്ളവർക്കൊന്നും വലിയ താല്പര്യമില്ല, എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ഞാനിത് വെക്കുകയാണ്. അപ്പോൾ ഇഷ്ടമുള്ള കൂട്ടുകാർക്കായി ഞാനിത് സമർപ്പിക്കുന്നു. ഇവിടെ പടവലങ്ങ തോരൻ വയ്ക്കാനെ കൊണ്ട് ഞാൻ അരിഞ്ഞെടുത്തു. ഇനിയും തേങ്ങ തിരിഞ്ഞു മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടൊന്ന് ഞെരടി വെച്ച ശേഷം തോരൻ വയ്ക്കും. ഇപ്പോഴേ നമ്മുടെ പടവലങ്ങ തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ? ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ കണ്ടതിനായി എല്ലാവർക്കും സ്നേഹത്തോട് നന്ദി അറിയിക്കുന്നു. ഇനിയും വീണ്ടും കാണാം. താങ്ക് യു.